ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणासिन्धो दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्त नमोस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മൾ വായിക്കുന്ന ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 6-ാമത്തെ അധ്യായം 2-ാമത്തെ ശ്ലോകം മുതൽ. യം സന്യാസമിതി പ്രാഹുർയോഗം തം വിദ്ധി പാണ്ഡവ ന ഹി അസന്യസ്തസങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. യം സന്യാസമിതി പ്രാഹുർയോഗം തദ്വിദ്ധി പാണ്ഡവ ന ഹി असन्यस्तसंकल्पो योगी भवति कश्चन. के मंजू माता जी, सावित्री माता जी. हरे कृष्ण। श्लोकम 2. यम संन्यासम प्राहुर्योगम तं विद्धि पांडव न हि सन्यस्त संकल्पो योगी भवति कश्चन. प्राहुर्योगम तं विद्धि पांडव न हस्यं न संकल्पो योगी भवति कश्चन. हरे कृष्ण. ओके, विनोदिनी माता जी. म्यूटाണ് माता जी, म्यूटाണ്. अनम्यूट ചെയ്യൂ. नमो भगवते वासुदेवाय. सन्यासामिति प्राहुर्यो तं विद्धि पाण्डव न सत्यन्यस्तसंकल्पो योगी भवति कश्चन. रोशी माता जी. नमो भगवते वासुदेवाय. यं सन्न्यासमिति प्राहुर्योगं तं विद्धि पाण्डव न ह्यसंन्यस्तसंकल्पो योगी भवति कश्चन. हरे कृष्ण. रजनी माता जी. म्यूटाണ്. हरे कृष्ण प्रणाम प्रभु जी. यम संन्यासमिति प्राहुर्योगम तम विद्धि पांडव न हि असन्यस्त संकल्पो योगी भवति कश्चन. हरे कृष्ण. वेरी बोल. सिनी माता जी. संन्यासमिति प्राहुर्योगं तं विद्धि पाण्डव न ह्यसन्न्यस्तसंकल्पो योगी भवति कश्चन. വെരി ബോൾ. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ആരെങ്കിലും വായിക്കും? പരിത്യാഗം എന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം. യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. പാണ്ഡുപുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗ്യവാനാവില്ല. ഹരേ കൃഷ്ണ. Very bold. What is called renunciation? You should know to be the same as yoga or linking oneself with the Supreme. O son of Pandu, for one can never become a yogi unless he renounces the desire for sense gratification. അപ്പോൾ ഭഗവാൻ അർജുനോട് പറയുന്ന എന്താണ്
പരിത്യാഗം, റെനൺസിയേഷൻ, അതും യോഗയും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും ഒന്നാണ്. കമ്മ്യൂണിയൻ വിത്ത് ദ സുപ്രീം ലോർഡ്, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള യൂണിയനെയാണ് എന്ന് പറയുന്ന യോഗ എന്ന് പറയുന്നത്. അപ്പോൾ റിനൺസിയേഷൻ അതിലേക്കുള്ളൊരു വഴി മാത്രമാണ്. ഭൗതിക തലത്തിലെ എല്ലാ സുഖഭോഗങ്ങളെയും ത്യജിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോൾ അതിനെ റിനൺസിയേഷൻ പറയുന്നു, അതിനെ യോഗ. അപ്പോൾ അൾട്ടിമേറ്റ്ലി യോഗ എന്ന് പറയുന്നാൽ കമ്മ്യൂണിയൻ വിത്ത് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഓക്കെ, ജീവാത്മാവാണെങ്കിൽ പരമാത്മാവ്, ഭക്തനാണെങ്കിൽ ഭഗവാൻ, ഈ ഒരു കമ്മ്യൂണിയൻ, ഇതിനാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് റിനൺസിയേഷൻ ആവശ്യമാണ്. എന്താണ് റിനൺസിയേഷൻ? നമ്മൾ റിനൺസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയ ഭോഗങ്ങളെ റിനൺസ് ചെയ്യുക. കർമ്മത്തെ റിനൺസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, കർമ്മത്തിന് റിനൗൺസ് ചെയ്യാൻ പറഞ്ഞില്ല. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. എന്ത് ചെയ്യണം? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ദ്രിയ തൃപ്തി കിട്ടും, പക്ഷെ അത് ഒരു സെക്കൻഡറിയാണ്, ബൈ പ്രൊഡക്റ്റാണ്. അതിനു വേണ്ടി നമ്മൾ തുനിയാതെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു അത് യോഗത്തിൽ അവസാനിക്കും, അതായത് ഭഗവാനുമായിട്ടുള്ള ആ യൂണിയനിൽ അവസാനിക്കും. അപ്പോൾ അതാണ് പറയുന്നത് ലിങ്കിങ് വൺ സെൽഫ് വിത്ത് ദ സുപ്രീം യൂണിയൻ. അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് ഒരു യോഗിയാകാൻ പറ്റില്ല നമ്മളുടെ ഇന്ദ്രിയ ഭോഗങ്ങളെ ത്യജിക്കാതെ. രണ്ടും കൂടി നടക്കില്ല അല്ലേ? അതായത് എനിക്ക് ഇന്ദ്രിയഭോഗങ്ങളും വേണം, അതേപോലെ ഭഗവാനായിട്ടുള്ള ആ ഒരു ഭക്തിയും ഭഗവാനോടുള്ള അടുപ്പം യൂണിയനും വേണം. രണ്ടും കൂടി നടക്കില്ല. ഇത് നമ്മളുടെ ഭൗതിക ഇച്ഛകളെ ത്യജിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ അപ്പോൾ മാത്രമാണ് യോഗ അവിടെ നടക്കുള്ളൂ. അതായത് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഇന്ദ്രിയഭോഗം പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തു ചെയ്യുന്നുവോ, യത് കരോസി യദസ്നാസി യത് ജുഹോസി ദദാസി യത് തപസ്യസി കൗന്ദയ തത്കുരുഷ മദർപ്പണം, അതാണ് പറയുന്നത്. എന്തു ചെയ്യുന്നു, എന്ത് കഴിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നു, ഇതെല്ലാം, എന്ത് തപസ് ചെയ്യുന്നു, ഇതെല്ലാം ആർക്ക് വേണ്ടി ചെയ്യണം? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം. ഭഗവാന്റെ പ്രീതിയാണ് പ്രൈമറി. മറ്റത് ബൈ പ്രോഡക്റ്റായിട്ട് തീർച്ചയായിട്ടും സംഭവിക്കും നമ്മളുടെ ആ ഒരു ഹാപ്പിനെസ്. അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഭഗവാനുമായിട്ടുള്ള യൂണിയൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ടുള്ള, ആ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മം ത്യജിക്കണം എന്നാണ് പറയുന്നത്. സോ റിയൽ സന്യാസ യോഗ ഓർ ഭക്തി മീൻസ് ദാറ്റ് വൺ ഷുഡ് നോ ഹിസ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആസ് ദ ലിവിങ് എനർജി ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ? എന്താ? ഭഗവാന്റെ നിത്യദാസം. ജീവേര സ്വരൂപഹോയെ കൃഷ്ണേര നിത്യദാസൻ. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ പറ്റും. റിയൽ സന്യാസ യോഗ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്തി എന്ന് പറഞ്ഞാൽ, നമ്മളുടെ അസ്തിത്വം നമ്മൾ മനസ്സിലാക്കുക, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഭഗവാന്റെ അംശമാണ് അല്ലേ? എന്താണ്? മാമായി വാംശോ ജീവലോകെ ജീവഭൂത സനാതന. അത് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഭഗവാനെ പോയി ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ ബാക്കി എല്ലാ അവയവങ്ങളും എൻ്റെ ഈ ഹോൾ ബോഡിയുടെ അംശങ്ങളാണ്. അപ്പോൾ ഈ പാർട്സ് ഓഫ് ദ ബോഡി എന്ത് ചെയ്യണം? ദ ഹോൾ ബോഡിയെ പരിചരിക്കണം. ഇൻഡിപെൻഡൻ്റായിട്ട് സൂഹിക്കാൻ പറ്റില്ല. കയ്യോ ഇൻഡിപെൻഡൻ്റായിട്ട് സൂഹിക്കാൻ പറ്റും. കാല്, കണ്ണ്, മൂക്ക്, നാവ്, ഇതൊന്നും ഇൻഡിപെൻഡൻ്റായിട്ട് പ്രവർത്തിക്കാനും പറ്റില്ല, ഇൻഡിപെൻഡൻ്റായിട്ട് സൂഹിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മളുടെ സുഖം എപ്പോഴാണ്? നമ്മുടെ പാർട്സ് ഓഫ് ദ ബോഡി, ദ ഹോൾ ബോഡിയെ സേവിക്കുമ്പോൾ. അതേപോലെ നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോൾ നമ്മളുടെ സുഖം എന്തിലാണ്? നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ, അപ്പോഴാണ് നമുക്ക് കിട്ടുന്ന അസുഖം. നമുക്ക് എപ്പോഴാണ് സുഖം കിട്ടുക? ശരിക്കുള്ള ആനന്ദം കിട്ടുക ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ കിട്ടില്ല. So when he is entrapped by material energy, he is conditioned. And when he is Krishna conscious or aware of the spiritual energy, then he is in his real and natural state of life. അപ്പോൾ നമ്മൾ ഭഗവാന്റെ
മായയിൽ അകപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ, മായ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ, ദാറ്റ് വിച്ച് ഈസ് ടെമ്പററി. അതായത് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും, സ്വതന്ത്രമായിട്ട് നമുക്ക് മാസ്റ്റർ ആവാൻ പറ്റും, കൺട്രോളർ ആവാൻ പറ്റും, എൻജോയർ ആവാൻ പറ്റും എന്നുള്ള തെറ്റിദ്ധാരണയാണ് മായാശക്തി നമ്മൾ ഉത്പന്നം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മായാശക്തിയിൽ കുടുങ്ങിപ്പോയാൽ അപ്പോൾ നമ്മളെന്താ ബദ്ധാത്മാക്കൾ, ഇസ് കണ്ടീഷൻ. അതാണ് ബദ്ധാവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ മുക്താവസ്ഥയിലാണ്. അതല്ലെങ്കിൽ അല്ല, ഭഗവാനെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ അതിനെന്താണ് മുക്താവസ്ഥ അല്ലെങ്കിൽ കൃഷ്ണ കോൺഷ്യസ് or aware of the spiritual energy. Then he is in his real and natural state of life. Therefore, when one is in complete knowledge, one ceases all material sense gratification or renounces all kinds of sense gratificatory activities. അപ്പോൾ നമുക്ക് ശരിക്കുള്ള ജ്ഞാനം കിട്ടിയാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇന്ദ്രിയ ഭോഗം അതായത് ഭഗവാനിൽ നിന്നും മാറിയിട്ട് നമ്മൾ ആസ്വദിക്കണം എന്നുള്ള ആ തോന്നൽ മാറും. ഒരു രാജാവിൻ്റെ സേവകൻ, ആ രാജാവിൻ്റെ സേവകൻ വിചാരിക്കുകയാണ്, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമാണ്, എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്കാണ്, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ സേവനം ചെയ്യും. നടക്കുമോ? ഇല്ല, ഒരിക്കലും നടക്കില്ല. കാരണം രാജാവ് തൻ്റെ സേവകനെ അവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സൗകര്യം പോലെ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ, അദ്ദേഹത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് സേവകൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല. സേവകന് എന്താണ് ഇഷ്ടമുള്ളത് അത് ചെയ്യാൻ പറ്റില്ല. എന്താണോ രാജാവ് ആഗ്രഹിക്കുന്നത് അത് പ്രകാരം ചെയ്യണം. അല്ലേ? സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം പൊക്കോളാൻ പറയും. അല്ലേ? സ്വന്തം പ്രീതിക്കാണ് എന്ന് വെച്ചാൽ പിറ്റേ ദിവസം പൊക്കോളാൻ പറയും. ഇവിടെ നിങ്ങളുടെ ആവശ്യമില്ല എന്നാണ് പറയും. അപ്പോൾ അതേപോലെ പക്ഷേ ഇവിടെ ഭഗവാൻ വളരെ വളരെ കാരുണ്യമുള്ളവനാണ്. എന്താണ് ഭഗവാൻ ചെയ്യുക? നമ്മളോട് പൊക്കോളം പറയില്ല. അതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കി തരും. ഓക്കെ, നിങ്ങൾക്ക് എന്നിൽ നിന്നും മാറിയിട്ട് സ്വന്തം ആസ്വദിക്കണോ, സ്വന്തം ഈശ്വരനാവണം, സ്വന്തം ബോസാവണം, സ്വന്തം എൻജോയ് ചെയ്യണോ, അതാണ് ആഗ്രഹിച്ചാൽ തഥാസ്തു. അതിനാണ് നമ്മുടെ മായാലോകം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എത്രത്തോളം കാലം നിങ്ങൾക്ക് ആസ്വദിക്കണം, എന്നിൽ നിന്നും മാറിയെന്ന് എന്നെപ്പോലെ മാസ്റ്ററായിട്ട് നിങ്ങൾ ജീവിക്കണം, എന്നെപ്പോലെ എൻജോയർ ആവണം എന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതും ഞാൻ നിറവേറ്റി തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. സോ ഭഗവാൻ എത്ര കാരുണ്യവാനല്ലേ. അപ്പോൾ ഈ ഭൗതിക ലോകം ഉണ്ടാവേണ്ട കാരണം ആരാണ്? നമ്മളല്ലേ. നമ്മുടെ സ്വന്തം നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മുടെ സുപ്രീം ഫാദർ അത് അനുവദിച്ചു തരുന്നു. അല്ലാണ്ട് ഭഗവാന്റെ ഇച്ഛ കൊണ്ടുണ്ടാക്കിയതല്ല. ഭഗവാൻ ഓക്കെ നമ്മളെ ഈ ഒരു കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭൗതിക ലോകം ഒരു കാരാഗ്രഹത്തിന് സമമാണ്, അവിടെ ഉണ്ടാക്കിയതല്ല. നമ്മൾ ആഗ്രഹിച്ചു അച്ഛൻ്റെ കൂടെ നിൽക്കണ്ട, എനിക്ക് സെപ്പറേറ്റായിട്ട് എൻജോയ് ചെയ്യണം, ഞാനും മാസ്റ്റർ ആവണം, ഞാനും ഇവിടെ വലിയൊരു ധനികനാവണം, എനിക്കും പേരും പ്രശസ്തിയും വേണം. ഇതെല്ലാം ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുപ്രീം ഫാദർ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഇവിടെ ആ ഒരു യോജന, ഓക്കെ, ആ ഒരു സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം. നമ്മളുടെ ഓഫീസിൽ ഭൗതിക ലോകത്തിലെ ഓഫീസിൽ പോയിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കില്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജോലി ചെയ്യാൻ പറഞ്ഞാൽ നാളെ നമുക്ക് അവിടെ നിന്ന് പോരേണ്ടി വരും. അല്ലേ? നമുക്ക് യാതൊരു അവസരം, യാതൊരു അവകാശം അവിടെ അനുവദിച്ച് തരില്ല. അവിടെ സ്ട്രിക്റ്റാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ സുപ്രീം ഫാദർ വളരെ വളരെ മേഴ്സിഫുള്ളാണ്, മാഗ്നാനിമസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടി നടക്കട്ടെ എന്ന് എൻ്റെ അടുത്തേക്ക് വരാനുള്ള ആഗ്രഹമുണ്ടോ അതിനുള്ള വഴിയും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഗുരു സാധു ശാസ്ത്രം. സോ ദെർഫോർ വെൻ വൺ ഈസ് ഇൻ കംപ്ലീറ്റ് നോളേജ്, one ceases all material sense gratification or renounces all kinds of sense gratificatory activities. This is practiced by the yogis who restrain the senses from material attachment. അപ്പോൾ യോഗികൾ പലതരത്തിലുള്ള യോഗികളുണ്ട്, കർമ്മയോഗികളുണ്ട്, ധ്യാനയോഗികളുണ്ട്, ഭക്തി യോഗികളുണ്ട്, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ എസ്പെഷ്യലി ഈ
ചാപ്റ്ററിൽ ആരെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? ധ്യാനയോഗികൾ അല്ലേ, അഷ്ടാംഗ യോഗികൾ. അപ്പോൾ അവരെന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? തൻ്റെ ഇന്ദ്രിയങ്ങളെ സംയമനത്തിൽ കൊണ്ടുവരാൻ അല്ലേ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമാണ് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ അത് അനുഷ്ഠിക്കാൻ പറ്റും. അപ്പോൾ അവർ ഹു റിസ്ട്രെയിൻ ദ സെൻസസ് ഫ്രം മെറ്റീരിയൽ അറ്റാച്ച്മെൻറ്റ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ആ ഇന്ദ്രിയഭോഗത്തിന് ഉള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ റിസ്ട്രെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ ഇന്ദ്രിയത്തിനെ സേവിക്കാനുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഋഷികേശ സേവനം ഭക്തി രുച്യതേ. അതായത് ഉച്ചകോടിയിലുള്ള ആ ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സേവിക്കുക എന്നുള്ളത്. So, but a person in Krishna consciousness has no opportunity to engage his senses in anything which is not for the purpose of Krishna. ഇപ്പോൾ ശരിക്കുള്ളൊരു സേവകൻ എന്ന് പറഞ്ഞാൽ, ശരിക്കുള്ളൊരു ഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണോ ഭഗവാന് പ്രീതി കിട്ടുന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ. ആനുകൂല്യസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം. ആനുകൂല്യസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം അല്ലേ, ഇതാണ് പറയുന്നത്. എന്താണോ ഫേവറബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ സ്വീകരിക്കണം. എന്താണോ അൺഫേവർ, ഭക്തിക്ക് കേട്ടോ, ഭക്തിക്ക് ഫേവറബിളായിട്ട് എന്താണോ അത് നമ്മൾ സ്വീകരിക്കുക. അതേപോലെ എന്ത് റിജക്റ്റ് ചെയ്യണം? ഭക്തിക്ക് അൺഫേവറബിളായിട്ടുള്ളത് നമ്മൾ റിജക്റ്റ് ചെയ്യണം. അതാണ് പറയുന്നത്. The purpose of knowledge and the restraining the senses are prescribed in the jnana and yoga processes. It is automatically served in Krishna. അപ്പോൾ ജ്ഞാനയോഗത്തിലും അതേപോലെ അഷ്ടാംഗ യോഗ പ്രോസസ്സിലും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, അതായത് എന്താണ് പറയുന്നത്? ചുരുക്കത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അതാണ് ഈ പ്രോസസ്സ്. അത് ജ്ഞാനമായിക്കോട്ടെ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗം. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭക്തിയോഗത്തിലുണ്ട്. കൃഷ്ണ കോൺഷ്യസ്നസ് ആക്ടിവിറ്റീസിൽ ഇതെല്ലാം ഉണ്ട്. അഷ്ടാംഗ യോഗ എന്നുള്ള പേരിലായിരിക്കില്ല, അല്ലെങ്കിൽ ജ്ഞാനയോഗ എന്ന പേരിലായിരിക്കില്ല. അതിനെ എന്താണ് നമ്മളുടെ ഓരോ സെൻസസിനെയും ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിൽ അർപ്പിക്കുക. അതായത് ഹയർ അറ്റാച്ച്മെൻറ്റ്, ലോവർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖം, അതിൽ നിന്ന് വിട്ട് ആധ്യാത്മിക സുഖം കിട്ടണമെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്യണം, ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ ഈ രണ്ട് യോഗ, ജ്ഞാനയോഗ ആൻഡ് അഷ്ടാംഗ യോഗ, രണ്ട് പ്രോസസ്സിലും കിട്ടുന്ന ചെയ്യാൻ, അതായത് റിസ്ട്രെയിനിങ് ദ സെൻസസ്, ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൃഷ്ണാവബോധത്തിൽ ഭക്തിയോഗത്തിൽ കിട്ടും എന്നാണ് പറയുന്നത്. അതായത് എൻഗേജിങ് ദ സെൻസസ്. കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഏത് യുഗത്തിലാണ്? കലിയുഗത്തിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട, അത് നമ്മൾ എൻഗേജ് ചെയ്യുക, ഒരു ഹയർ ടേസ്റ്റിൽ എൻഗേജ് ചെയ്യുക. ലോവർ ടേസ്റ്റ് വിൽ ടേക്ക് എ ബാക്ക് സീറ്റ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതാണ് പറയുന്നത്. കാരണം കലിയുഗത്തിലെ ചില ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്താണ്? പ്രായേന അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേ ജന മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യായി ഉപദ്രവം. അപ്പോൾ ഇതുകൊണ്ട് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ കാരണം നമുക്ക് മറ്റ് യുഗങ്ങളിലെ യോഗ പ്രോസസ്സ് നടക്കില്ല. കൃതേ ധ്യായതവും വിഷ്ണു ത്രേതായം യജതവുമായി ദ്വാപരേ പരിചര്യായം കലൗത്തത് ഹരികീർത്തനം. അപ്പോൾ കലിയുഗത്തിൽ ഹരികീർത്തന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹരികീർത്തനം കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റേദർ എൻഗേജ് ചെയ്യാൻ പറ്റും. നമ്മൾ നാമജപിക്കുമ്പോൾ 5 ഇന്ദ്രിയങ്ങളെയും നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ കൺട്രോളല്ലേ ചെയ്യുന്നത്. എൻഗേജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കൺട്രോൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ അർപ്പിക്കുന്നത്? നാമം ജപിക്കുന്നതോ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയും. കണ്ണുകൊണ്ട് ഭഗവാനെ കാണുന്നു, കേൾക്കും, ഭഗവാന്റെ നാമം നമ്മള് കേൾക്കുന്നു. കൈകൊണ്ട് ഇത് ചെയ്യുന്ന ജപമാല അല്ലേ?
ഓക്കെ. അപ്പം 5 ഇന്ദ്രിയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എൻഗേജ് ചെയ്യുക. അപ്പം നമ്മൾ സ്പർശം, ഓക്കെ, ജപമാല പിടിക്കുന്നു. തുളസി വളരെ ഹോളിയാണ്, സാങ്ക്ടിഫൈഡ് ആണ്, ഭഗവാന്റെ പ്രിയസിയാണ്, അത് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആണ്. അപ്പോൾ ആ തുളസിയെ നമ്മൾ സ്പർശിക്കുമ്പോൾ നമ്മളുടെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. സ്പർശം കണ്ണുകൊണ്ട് ഭഗവാന്റെ ആ രൂപം നമ്മൾ കാണുന്നു, ഫോട്ടോ കാണുന്നു, അല്ലെങ്കിൽ മനസ്സിൽ ഭഗവാന്റെ രൂപം കാണുന്നു, അല്ലേ? നാവ് കൊണ്ട് നമ്മൾ ജപിക്കുന്നു, ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്നു, നാസിക കൊണ്ട് എന്ത് ചെയ്യുന്നു? എന്ത്? ഭഗവാൻ അർപ്പിച്ചിട്ടുള്ള പുഷ്പങ്ങൾ, ഗന്ധ, ഇതെല്ലാം ഡിവോട്ടീസ്, ഇതെല്ലാം എന്താണ്? ഡിവോട്ടീസിന് ആലിംഗനം ചെയ്യുന്നു, സ്പർശം, അതും ചെയ്യാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനയിൽ അർപ്പിക്കാം. അപ്പം അതുകൊണ്ട് ഈ കലിയുഗത്തിലുള്ള ഇത് കലോ തദ് ഹരികീർത്തനാത്, മറ്റുള്ള പ്രോസസ്സൊന്നും ഇവിടെ നടക്കില്ല. കാരണം യുഗഭേദം. അപ്പോൾ ഓരോ യുഗത്തിലും അതിൻ്റേതായിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, സത്യയുഗത്തിലെ പ്രോസസ്സ് ഈ കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കലോ തദ് ഹരികീർത്തനാൻ, കലിയുഗത്തിൽ ഹരികീർത്തനം ചെയ്യാനാണ് പറയുന്നത്. സോ ഇഫ് വൺ ഈസ് അണേബിൾ ടു ഗിവ് അപ്പ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഇസ് സെൽഫിഷ് നേച്ചർ, ദെൻ ജ്ഞാന ആൻഡ് യോഗ ഓഫ് നോ അവൈൽ. നമ്മളുടെ ആ സ്വാർത്ഥ താല്പര്യം നമുക്ക് വിടാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരു ജ്ഞാനയോഗം, ഒരു അഷ്ടാംഗയോഗം ഉപകാരത്തിൽ വരില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡിറ്റാച്ച്മെൻറ്റ്, അല്ലെ? ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം വേൾഡ്ലി ആക്ടിവിറ്റീസ്, ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ഫോൾസ് എൻജോയ്മെൻറ്റ്. ഫോൾസ് എൻജോയ്മെൻറ്റ് എന്താണ്? എന്തുകൊണ്ടാണ് ഫോൾസ് എൻജോയ്മെൻറ്റ്? കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എൻജോയ് ചെയ്യുന്നു ഭൗതിക സുഖത്തിൽ. ഓക്കെ, ഭൗതിക സുഖത്തിൽ എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് ദുഃഖമാണ് കിട്ടുന്നത്, അല്ലേ? അത്രത്തോളം നമുക്ക് ദുഃഖമാണ് കിട്ടുക. അത് മാത്രമല്ല, അത് ഡിമിനിഷ്, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഭൗതിക സുഖം എന്താണ്? കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആധ്യാത്മിക സുഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മളൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് ഡിസ്ട്രെസ്, ഡിജക്ഷൻ അല്ലെങ്കിൽ അൺഹാപ്പിനെസ് വരുന്നത്? നമ്മുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല. അതോ നമ്മുടെ കയ്യിൽ ഒരു കാര്യം ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് ദുഃഖവും അല്ലെങ്കിൽ വിഷമങ്ങളും വരുന്നത്. നമ്മളെക്കാട്ടിലും മറ്റാൾക്കുമുണ്ട്, അത് നമുക്ക് കാണാൻ വയ്യ. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം, അല്ലേ? ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടിക്ക് 98% മാർക്ക് കിട്ടി, അത് ആ കുട്ടിക്ക് അപ്പോഴും സുഖം, ഹാപ്പിനെസ് ഇല്ല. കാരണം തന്നെക്കാട്ടിലും ഒരു മാർക്ക്, അരമാർക്ക് മറ്റേ കുട്ടിക്ക് കിട്ടി. അതാണ് അവിടെ 98 മാർക്ക് പറഞ്ഞാൽ യു ഷുഡ് ഡാൻസ് ആൻഡ് എൻജോയ് ലൈക്ക് എനിത്തിങ്. പക്ഷേ മറ്റേ കുട്ടിക്ക് ഒരു അരമാർക്ക് കൂടി കിട്ടി, അതുകൊണ്ട് ടോട്ടലി ഡിപ്രസ്ഡ്. ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഒരാളെ കമ്പയർ ചെയ്യാൻ പാടില്ല, കാരണം നമ്മളെല്ലാം യൂണീക്കാണ്. എല്ലാവരും ഓരോ പർട്ടിക്കുലർ ബാഗേജ് കൊണ്ടുവന്നുണ്ട്. എന്ത് ബാഗേജാണത്? നമ്മുടെ കൂടെ രണ്ട് ഇരുമുടിക്കെട്ട് പറയുന്നില്ലേ ശബരിമലയ്ക്ക് പോകുമ്പോൾ? അതേപോലെ 2 എണ്ണം, ഒന്നില് സുഹൃതി, ഒന്നില് ദുഷ്കൃതി. അതായത് ഒന്നില് പയസ് ക്രെഡിറ്റ്, ഒന്നില് ഇംപയസ് ക്രെഡിറ്റ്. അതെല്ലാവരും വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ മറ്റൊരാളെ കമ്പയർ ചെയ്യാൻ പറ്റും, കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? പറ്റില്ല. അപ്പോൾ എൻ്റെ കർമ്മം നിങ്ങളുടെ കർമ്മം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ കർമ്മത്തിൽ, എൻ്റെ ഡെസ്റ്റിനിയിൽ എന്താണ് അത് മാത്രമേ ഞാൻ അനുഭവിക്കുള്ളൂ. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണ് അത് നിങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും അത് ശരിയാവില്ല. നമ്മൾ ഉദാഹരണം പറയുന്നത്, പ്രഭുപാദ് ഉദാഹരണം പറയുന്നുണ്ട്. ഒരു അമ്മയ്ക്ക് 2 കുട്ടികൾ ജനിക്കുന്നു, ഒരേ സമയത്ത്, ട്വിൻസ്, ഒരേ ആസ്പത്രിയിൽ ഒരേ സമയത്ത് 2 കുട്ടികൾ. കാണാൻ ഐഡൻറ്റിക്കലാണ്, ഒരു വ്യത്യാസമില്ല. നമുക്ക് അതായത് ആരാണ് ഏത് കുട്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, രണ്ടും ഒരേപോലെ.
എല്ലാം വളരെ ഡിറ്റോ. പക്ഷേ സ്വഭാവം സെയിം ആവോ ഇല്ല, കർമ്മഫലം സെയിം ആവോ ഇല്ല, അവരുടെ ഫ്യൂച്ചർ സെയിം അല്ല. കാണാനും എല്ലാം ഒരേപോലെ ഇരിക്കും, പക്ഷേ അവർ കർമ്മം ഒന്നല്ലാത്തത് കൊണ്ട് അവരുടെ ഫ്യൂച്ചറും ഡിഫറെൻ്റ് ആയിരിക്കും. ചില കേസിൽ ആൾമോസ്റ്റ് സെയിം ആയിരിക്കും, ഐഡൻറ്റിക്കൽ ട്വിൻസിൽ. പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അവരുടെയും കൂടിയിട്ട് കർമ്മം വ്യത്യാസമാണെങ്കിൽ അത് അവർ ഡിഫറെൻറ്റ് ലൈനിൽ പോകും, ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്കൊക്കെ. അപ്പോൾ നമ്മൾ ജനിച്ച സമയം, നമ്മൾ ജനിച്ച പേരൻസ് ഒന്നാണ്, സമയം ഒന്നാണ്, ഗ്രഹനില എല്ലാം ഒന്നാണ്. പക്ഷെ കർമ്മം വ്യത്യാസമുണ്ടായതുകൊണ്ട് അവരുടെ ജീവിതശൈലി വ്യത്യാസം വരും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ആ ഇന്ദ്രിയഭോഗങ്ങൾ നമുക്ക് ത്യജിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് യോഗം ചെയ്തിട്ടും കാര്യമില്ല, അത് ഭഗവാനെ പ്രീതിപ്പെടുത്തില്ല. സോ എ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഹാസ് നോ ഡിസയർ ഫോർ എനി കൈൻഡ് ഓഫ് സെൽഫ് എൻജോയ്മെൻറ്റ്. ഹി ഈസ് ഓൾവേസ് എൻഗേജ് ഫോർ ദ എൻജോയ്മെൻറ്റ് ഓഫ് സുപ്രീം. ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പ്രഭുപാദ പറയാണ്. പ്രഭുപാദ ഒരു പ്രാവശ്യം വൃന്ദാവനിൽ പോയി, കുറച്ച് ദിവസം ഉണ്ടായിരുന്നു തൻ്റെ ഗുരു മഹാരാജിൻ്റെ കൂടെ. അപ്പോൾ ഒരുപാട് ഡിസൈപ്പിൾസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്ക് ഞാനിവിടെ ക്ലാസ് തരാൻ പോവാണ്, ഓക്കെ, ക്ലാസ് കേൾക്കണോ, അല്ലെങ്കിൽ വല്ലവർക്കും ദർശനത്തിന് പോകണമെങ്കിൽ ടെമ്പിളിൽ പോയിട്ട് ദർശനം എടുത്ത് വരാം, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലിങ്ങനെ ക്ലാസ് എടുക്കും. അപ്പോൾ മിക്ക ഡിവോട്ടീസും പോയി എന്തിന്, ടെമ്പിൾ ദർശനത്തിന് വേണ്ടിയിട്ട്. പ്രഭുപാദ അവിടെ ഇരുന്നു, വളരെ കുറച്ച് ഡിവോട്ടീസ് മാത്രം അവിടെ ഇരുന്നു, അതായത് തൻ്റെ ഗുരു മഹാരാജിൻ്റെ വാണി ലെക്ചർ കേൾക്കാൻ വേണ്ടിയിട്ട്. അവരെല്ലാം പോയ ശേഷം പറഞ്ഞു, എനിക്ക് ശരിക്കുള്ള ഒരു ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ തൻ്റെ ഗുരുവിൻ്റെ തിരുമുഖത്ത് നിന്ന് കേൾക്കാനുള്ള ആ ജിജ്ഞാസ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് കണ്ണിൻ്റെ മനോരഞ്ജനം വേണ്ടിയിട്ട് ഭഗവാന്റെ അവിടെ പോയിട്ട് ഭഗവാന്റെ ഡേറ്റീസ് ദർശിക്കുകയല്ല വേണ്ടത്. അതെന്തിനാണ്? നമ്മളുടെ കണ്ണിൻ്റെ മനോരഞ്ജനം വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. കണ്ണിൻ്റെ എൻജോയ്മെൻറ്റിന് വേണ്ടി നമ്മൾ കണ്ടു, ദൈവത്തിനെ കണ്ടു, അല്ലെങ്കിൽ ഡേറ്റീസിനെ കണ്ടു, എന്നൊരു സംതൃപ്തി. പക്ഷേ അതിലും ഉപരിയായിട്ട് ഇവിടെ തൻ്റെ ഗുരു മഹാരാജ് ഒരുപാട് വാണിയിൽ കൂടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നു, നമുക്ക് അഡ്വൈസ് തരുന്നു. അതിലും ഉപരിയായിട്ടാണ് നമ്മൾ സാധാരണ ഡിസൈപ്പിൾ ഇത് പിന്നെയും കേൾക്കാം ഗുരു മഹാരാജിൻ്റെ, നമുക്ക് വൃന്ദാവനിലെ ഡേറ്റി ദർശനങ്ങൾ. അപ്പോൾ എന്താ, സോ ദേ ആർ ഡൂയിങ് എൻ എക്സസൈസ് ഫോർ ദ ഐസ് എന്നാണ് പറഞ്ഞു. പ്രഭുപാദയെ വളരെ നന്നായി പുകഴ്ത്തി കാണിച്ച പ്രഭുപാദയും അതേപോലെ മറ്റുള്ള ഡിവോട്ടീസും മാത്രമാണ്, കുറച്ച് പേര് മാത്രമാണ് അതായത് തൻ്റെ ഗുരു മഹാരാജിൻ്റെ ലെക്ചർ കേൾക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ധാമിൽ പോകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാൻ ദർശനം, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനുപരിയായി ഒരു സാധുവിൽ നിന്ന് കേൾക്കുക, ശ്രവിക്കുക. ചെവിയിൽ കൂടെ കാണല് ചെവിയിൽ കൂടെ ആയിരിക്കണം, നോട്ട് ത്രൂ ദിസ് ഐസ്. വി ഷുഡ് സീ ത്രൂ ദ ഇയേഴ്സ്. എന്താണ് അവിടുന്ന് സാധുജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ, അത് നമ്മളുടെ ലൈഫിൽ പകർത്തുക, അതാണ് വേണ്ടത്. അതിനുപരി നമ്മുടെ കണ്ണിൻ്റെ എക്സസൈസിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഞാൻ കണ്ടു, പക്ഷേ ഞാൻ കണ്ടു, ഭഗവാൻ നമ്മളെ കണ്ടു, അതറിയില്ല നമുക്ക്. നമ്മൾ തീർച്ചയായിട്ടും കണ്ടു, പക്ഷേ ഭഗവാൻ നമ്മളെ നോക്കിയോ, അത് നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ എൻജോയ്മെൻ്റ് അല്ല അവിടെ നോക്കേണ്ടത്. നമ്മുടെ എൻജോയ്മെൻറ്റ് അതിനെ ത്യജിക്കുകയാണ് വേണ്ടത്. നമ്മുടെ എൻജോയ്മെൻറ്റിനെ നമ്മൾ ത്യജിക്കണം. സോ വൺ ഹു ഹാസ് നോ ഇൻഫോർമേഷൻ ഓഫ് ദ സുപ്രീം must therefore be engaged in self-satisfaction, because no one can stand on the platform of inactivity. All purposes are perfectly served by the practice of Krishna consciousness. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, ഭഗവാന്റെ പറ്റിയിട്ട് അറിവില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ സേവിക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ ഇന്ദ്രിയഭോഗം. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഇനേർട്ടായിട്ട് ഇരിക്കാൻ പറ്റില്ല. വിത്തൗട്ട് ആക്ടിവിറ്റി ഇരിക്കാം, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൃഷ്ണാവബോധത്തിലുണ്ട്. കൃഷ്ണാവബോധം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന വിധത്തിൽ ഗുരു എന്താണ് പറയുന്നത്, സാധു എന്താണ് പറയുന്നത്, ശാസ്ത്രം എന്താണോ പറയുന്നത് അത് പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും.
എന്നാണ്. എന്തെങ്കിലും any points in this? അപ്പോൾ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയ തൃപ്തിക്കായിട്ട് കാര്യം ചെയ്യാതെ. മാജി പറയൂ, സിനിമാതെ എന്ന് പറഞ്ഞ ഇന്ദ്രിയ തൃപ്തിക്കായിട്ട് നമ്മള് ജോലി ചെയ്യരുത്, അല്ലെ? ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ശ്രമിക്കരുത്. നമ്മളുടെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, അസ്തിത്വം മനസ്സിലാക്കി, ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, നമ്മളുടെ ദൗത്യം എന്താണ്, ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ നമ്മളുടെ ആ അസ്തിത്വം മനസ്സിലാക്കി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നത് സന്യാസം. നമ്മുടെ ഇന്ദ്രിയ തൃപ്തി അല്ല, അവിടെ മാതാജി പറഞ്ഞ പോലെ നമ്മുടെ ഇന്ദ്രിയ തൃപ്തി അല്ല നോക്കേണ്ടത്. അത് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഭഗവാനെ സേവിക്കുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിയും കിട്ടും. അതിനെന്താണ് ഉദാഹരണം ഭാഗവതത്തിൽ കൊടുത്തിരിക്കുന്നത്? അല്ല, അതായത് ഭഗവാനെ സേവിക്കുമ്പോൾ, ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ പ്രീതി നടക്കും. യഥാ തരോർ മൂല നിശേചനേന തൃപ്ത്യന്തി, അറിയില്ലേ? യഥാ തരോർ മൂല നിശേചനേന, അതായത് എങ്ങനെ നമ്മൾ വേരിൽ വെള്ളമൊഴിക്കുമ്പോൾ ആ മരത്തിലെ എല്ലാ പാർട്സും പുഷ്ടിപ്പെടുത്തുന്നു, എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മുതലത്തിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ദേഹത്തിലെ എല്ലാ അവയവങ്ങളും പുഷ്ടിപ്പെടുന്നു, അതേപോലെ ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ ഭഗവാന്റെ അംശങ്ങളെല്ലാവരും പ്രീതിപ്പെടുന്നു. നമ്മളും ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കും പുഷ്ടി കിട്ടുന്നു ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്, ഭാഗവതത്തിൽ യഥാതരോർ മൂല നിശേചനേന. ആ ശ്ലോകം വളരെ ബ്യൂട്ടിഫുൾ ശ്ലോകം. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ആ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള നമ്മളും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇന്ദ്രിയങ്ങളും പ്രീതിപ്പെടുത്തും. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി നമ്മളുടെ ഇന്ദ്രിയ ഭോഗത്തിന് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അതാണ്. ഓക്കെ, സോ ടെക്സ്റ്റ് 3. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സേവ സമകാരണമുച്യതേ. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സേവ സമകാരണമുച്യതേ. ഹരേ കൃഷ്ണ. സിനി മാതാജി. ഹരേ കൃഷ്ണ. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ ശമകാരണമച്യുതേ. ശമകാരണമുച്യതേ. മഞ്ജു മാതാജി ആൻഡ് സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ ശമകാരണമുച്യതേ. ഓക്കെ, റോഷി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ ശമകാരണമുച്യതേ. വെരി ഗുഡ്. ഓക്കെ, വിനോദി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ ശമകാരണമുച്യതേ. വെരി ഗുഡ്. രജനി മാതാജി. ഹരേ കൃഷ്ണ. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്സൈവ ശമകാരണമുച്യതേ. ഹരേ കൃഷ്ണ. എൻ്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ.
ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ബൈ ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. അഷ്ടാംഗയോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം. യോഗസിദ്ധിയാൽ ഉയർന്നവനാവട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം. ഹരേ കൃഷ്ണ. Very good. For one who is a neophyte in the eightfold yoga system, work is said to be the means. And for one who is already elevated in yoga, cessation of all material activities is said to be the means. അപ്പോൾ ഒരു തുടക്കക്കാരന് അഷ്ടാംഗ യോഗത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരാൾക്ക് എന്താണ് വഴി? വർക്ക്, ആക്ടിവിറ്റി, അതാണ് ചെയ്യേണ്ടത്. ഓൾറെഡി എലിവേറ്റഡ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് യോഗയിൽ. ഓക്കെ, അഡ്വാൻസ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താണ്? സെസേഷൻ ഓഫ് ഓൾ മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. അത് നമ്മളുടെ ഭൗതിക തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഭൗതിക കർമ്മങ്ങളും ഒഴിവാക്കുക എന്നാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ലിങ്കിങ് വൺ സെൽഫ് വിത്ത് ദ സുപ്രീം ഈസ് കോൾഡ് യോഗ. നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിയൻ ഓർ യൂണിയൻ വിത്ത് ദ സുപ്രീം. ഇറ്റ് മേ ബി കമ്പയർഡ് ടു എ ലാഡർ ഫോർ അറ്റൈനിങ് ദ ടോപ്പ് ഓഫ് സ്പിരിച്വൽ റിയലൈസേഷൻ. അപ്പോൾ നമ്മുടെ ലാഡർ ഉണ്ട്, അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് റങ്സ് ഉണ്ട് അല്ലേ. പിന്നെ ആദ്യത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ ടോപ്പ്, 10ാമത്തെ സ്റ്റെപ്പാണെങ്കിൽ ആ 10ാമത്തെ സ്റ്റെപ്പിലെത്താണ് നമ്മുടെ ആവശ്യം. അതാണ് സ്പിരിച്വൽ റിയലൈസേഷൻ. സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ ഓരോ സ്റ്റെപ്പ് വെച്ച് കയറിയിട്ട് നമ്മൾ ആ 10ാമത്തെ സ്റ്റെപ്പിൽ ടോപ്പ് ഓഫ് ദ റങ് എത്തുന്നു. ദിസ് ലാഡർ ബിഗിൻസ് ഫ്രം ദ ലോവസ്റ്റ് മെറ്റീരിയൽ കണ്ടീഷൻ ഓഫ് ലിവിങ് എനർജി റൈസസ് അപ്പ് ടു പെർഫെക്റ്റ് റിയലൈസേഷൻ പ്യുവർ സ്പിരിച്വൽ. അപ്പോൾ നമ്മൾ താഴ്ന്ന് പതുക്കെ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ് സ്ലോലി ആൻഡ് ഗ്രാജുവലി പ്യൂരിഫൈ ആയിട്ട് നമ്മൾ പെർഫെക്ഷൻ സ്റ്റേജിലെത്തുക എന്ന് പറഞ്ഞാൽ ആ ടോപ്പ് സ്റ്റെപ്പിലെത്തുക. റൈസസ് അപ്പ് ടു ദ പെർഫെക്റ്റ് സെൽഫ് റിയലൈസേഷൻ ഇൻ പ്യുവർ സ്പിരിച്വൽ ലൈഫ്. അക്കോർഡിംഗ് ടു വേരിയസ് എലിവേഷൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ലെറ്റർ ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ്. എന്താണ്? എന്താണ് അഷ്ടാംഗ യോഗയിലത്തെ അംഗം, 8 limbs ഓഫ് ദ അഷ്ടാംഗ യോഗ സിസ്റ്റം എന്താണ്? യമ, നിയമ, പ്രത്യാഹാര, പ്രാണായാമ, അല്ല യമ, നിയമ, ആസന, പ്രത്യാഹാര, പ്രാണായാമ, ധാരണ. ഓർഡറിലല്ല പറയുന്നത്, ഓർഡറിൽ പറയും. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, പിന്നെന്താണ്? ധാരണ, ധ്യാന, പിന്നെ സമാധി. അപ്പോൾ 8 limbs of the Ashtanga Yoga, 8-fold yoga system. അതാണ് അഷ്ട അംഗ എന്ന് പറയുന്നത്. So different parts of the ladder are known by different names, but in all, the complete ladder is called yoga and may be divided into 3 parts, namely Jnana Yoga, Dhyana Yoga and Bhakti Yoga. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ടുള്ള യോഗ, ജ്ഞാനയോഗ, ധ്യാനയോഗ, ഭക്തിയോഗ. അപ്പോൾ ധ്യാനയോഗത്തിലെ 8 limbs ആണ് നമ്മൾ പറഞ്ഞത്. The beginning of the ladder is called Yoga Rurukshu stage and the highest rung is called Yoga Rudha. അപ്പോൾ സ്റ്റാർട്ടിങ് ലാഡറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിന് എന്താ പറയുക? യോഗ രുരുക്ഷു. ടോപ്പിലെത്തി കഴിഞ്ഞാൽ അതിനെ യോഗാരൂഢ എന്ന് പറയുന്നു. ആരൂഢ. കൺസേണിങ് ദ 8-fold yoga system, attempts in the beginning to enter into meditation through regulatory principles of life, practice of different sitting postures, which are more or less bodily exercises, are considered fruitive material activities. All such activities lead to achieving perfect mental equilibrium to control the senses. When one is accomplished in the practice of meditation, he ceases all disturbing mental activities. അപ്പോൾ എന്തിനാണ് യമനിയമങ്ങളും ആസനം, പ്രാണായാമം, പ്രത്യാഹാര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മളെ ആ ഒരു മെൻ്റൽ ഈക്വിലിബ്രിയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മളുടെ സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ യമനിയമത്തിലൂടെയും ആസനത്തിലൂടെയും പ്രാണായാമത്തിലൂടെയും നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാം. അത് അനാവശ്യമായിട്ട് നമ്മളെ ഡിസ്റ്റർബ് ഇല്ല. കാരണം ഇന്ദ്രിയ വിഷയങ്ങളെ
അതിൽ ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഫോക്കസ് കിട്ടില്ല, നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളെ അതിനെന്ത് ചെയ്യണം? റിസ്ട്രെയിൻ ചെയ്യണം. കാരണം കണ്ണ് എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കണ്ടാൽ അപ്പോൾ അതൊന്നും എടുക്കില്ല. അപ്പോൾ കണ്ണിനെ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്താണ് യോഗാഭ്യാസത്തിൽ നമ്മൾ എന്താണ്, നമ്മൾ സിറ്റിയിലോ അല്ലെങ്കിൽ ടൗൺ പട്ടണങ്ങളിലൊന്നും താമസിക്കാൻ പറ്റില്ല. കാട്ടിൽ നമുക്ക് എന്താ കാണാം? അങ്ങനത്തെ ഒരു അലോർമെൻറ്റ്സോ പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരില്ല. ഇപ്പോൾ സിറ്റി ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് യോഗാഭ്യാസം ചെയ്യുന്നത് വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. അത് എസ്പെഷ്യലി നദീതീരത്ത്, കാടുകളിൽ. അതൊക്കെ എന്തുകൊണ്ടാണ്? അത് തമോ ഗുണത്തിലോ രജോ ഗുണത്തിലല്ല, സത്വഗുണത്തിലാണ്. ഗ്രാമങ്ങൾ, കാട്, നദീതീരങ്ങൾ ഇതെല്ലാം സത്വഗുണത്തിലാണ്. പിന്നെ ആൾക്കാരുടെ താമസം ഇല്ലാത്ത സ്ഥലം, എവിടെ ആൾക്കാരുണ്ടോ കൂടുതൽ അവിടെ ഒരുപാട് മെറ്റീരിയൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സെക്യൂർഡ് പ്ലേസിൽ, അധികം ആൾക്കാരുടെ ശല്യമില്ലാത്ത കാടുകളിൽ. അപ്പോൾ കാടുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയം പാടില്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒറ്റയ്ക്ക് കാട്ടിൽ പോയിട്ട് താമസിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഭയം. ഇപ്പോൾ ഒരു ഭക്തന് ഭയം പാടില്ല. തന്നെ ഏത് സമയത്തും ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കും എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് പറഞ്ഞതല്ല. നമുക്ക് ഒറ്റയ്ക്ക് ഒരു വീട്ടിലോ രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. പറ്റുമോ? വല്ലവരുണ്ടെങ്കിലല്ല, അല്ലെങ്കിൽ പേടിയാണ്. അപ്പോൾ എങ്ങനെ അങ്ങനത്തെ ഒരു വ്യക്തി കാട്ടിൽ പോയിട്ട് വന്യമൃഗങ്ങളുടെ ഇടയിൽ പോയിട്ട് ധ്യാനിക്കാൻ പറ്റും? ധ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യമനിയമങ്ങളും നമ്മൾ പാലിക്കണം. അപ്പോൾ യമനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻ, പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ്, ഡൂസ് ആൻഡ് ഡോൺസ്, ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് നിയമങ്ങൾ. ഇതെല്ലാം പാലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നെക്സ്റ്റ് ഇമ്പോസിബിൾ. നമ്മൾ, അതായത് മോസ്റ്റ് ഓഫ് അസ് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഡെയിലി ഒരു ഡിസിപ്ലിൻ ഇല്ല നമുക്ക്. ചിലപ്പോൾ 6 മണിക്ക് നിൽക്കും, ചിലപ്പോൾ 4 മണിക്ക്, ചിലപ്പോൾ 8 മണിക്കും, ചിലപ്പോൾ 12 മണിക്കായിരിക്കും നിൽക്കുന്നത്. പിന്നെ എവിടുന്ന് അങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെ യോഗ ചെയ്യാൻ പറ്റും? ഡിസിപ്ലിൻ മസ്റ്റാണ്, റെഗുലേഷൻ മസ്റ്റാണ്. ആഹാരത്തിൽ വളരെ കണ്ടോ, മിതാഹാരം കഴിക്കാൻ പാടുള്ളൂ, അനാവശ്യമായിട്ട് കഴിക്കാൻ, പ്രചൽപ്പം പാടില്ല, ഫോൾട്ട് ഫൈൻഡിങ് പാടില്ല, ഒരുപാട് നിയമങ്ങളുണ്ട്. ഇതിലൊക്കെ ഈ രണ്ടിലും യമനിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റൂ. യമനിയമം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്താണ്? ആസനം. പിന്നെയാണ് സിറ്റിംഗ് പോസ്ചർ. ഓക്കെ, നമുക്കൊരു ഡിറ്റർമിനേഷൻ, നിഷ്ഠ വരാൻ വേണ്ടിയുള്ള. പിന്നെ ബ്രീതിങ് എക്സസൈസ്, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതൊന്നും ഇന്നത്തെ കാലത്ത് പക്ഷേ എങ്കിലും ഭഗവാൻ അർജുനൻ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? എന്നുവെച്ചാൽ ഇങ്ങനൊരു വിദ്യയുണ്ട്, ഇതും അവൈലബിൾ ആണ്, പക്ഷേ നോട്ട് റിലവൻറ്റ് ഫോർ ദിസ് ഏജ്. അതുകൊണ്ട് അർജുനൻ ഇതെല്ലാം എഴുതി തള്ളി. കാരണം അർജുനൻ തന്നെ പറയുന്നുണ്ടല്ലോ, ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാത്തി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വാസു ദുഷ്കരം. എനിക്ക് എത്രയോ സ്പീഡിൽ വരുന്ന ആ കാറ്റിനെ നിയന്ത്രിക്കാം, തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ മനസ്സിനെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യോഗ ചെയ്യാൻ പറ്റില്ല. മനസ്സിനെ ഭഗവാനിലേക്ക് അർപ്പിക്കണം, അതിലേക്ക് ഫോക്കസ് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം, സിംഗിൾ പോയിൻ്റ് അറ്റൻഷൻ ആയിരിക്കണം. പക്ഷെ നമ്മൾ ഭഗവാനെ മാത്രം ഓർമ്മിക്കില്ല, ബാക്കിയെല്ലാം ഓർമ്മിക്കും നമ്മൾ യോഗ ചെയ്യുമ്പോൾ, അല്ലേ? നമ്മൾ ഒബ്ജക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, ഫോക്കസ് ഭഗവാനാണെങ്കിൽ ആ ഭഗവാനെ മാത്രം ഓർമ്മ വരില്ല, ബാക്കിയെല്ലാം ഓർമ്മ വരും. ആ സമയത്ത് ചാൻഡ് ചെയ്യണ സമയത്ത് എന്തിനു പറയുന്നു? യോഗ പോട്ടെ, അഷ്ടാംഗ യോഗ പോട്ടെ, നമുക്ക് വെറും ജപം, നാമം ജപിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അത് ജപിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാന്റെ നാമത്തിൽ ഫോക്കസ് കിട്ടുന്നില്ല. മനസ്സ് എവിടെ പോകുന്നു? മനസ്സ് പല സ്ഥലത്തും പോകുന്നു. ഓഫീസിൽ പോകുന്നു, മക്കളുടെ അടുത്ത് പോകുന്നു, ബാങ്ക് ബാലൻസിൽ പോകുന്നു, ഷെയർ ട്രേഡിങ്ങിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ഭഗവാനിൽ മാത്രം നമ്മുടെ മനസ്സിൽ, ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ട്. വെറും സിമ്പിൾ പ്രോസസ്സാണ്, അല്ലേ?
വേറൊന്നും പറയില്ല. ഒരു അഷ്ടാംഗയോഗ, ഒരു യമനിയമൊന്നും പറയുന്നില്ല. ഏത് സ്ഥലത്തും ഏതൊരു വ്യക്തിക്കും എപ്പോഴും നമുക്ക് ചാൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു യമനിയമങ്ങളും ഇല്ല അല്ലേ? ഭഗവാന്റെ നാമം ജപിക്കാൻ, മന്ത്രം ജപിക്കാൻ യമനിയമങ്ങളുണ്ട്, നാമം ജപിക്കാൻ യമനിയമങ്ങളില്ല. അപ്പോൾ ആ ഒരു സിമ്പിൾ പ്രോസസ്സും കൂടി നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ അഷ്ടാംഗയോഗം ചെയ്യാൻ പറ്റുന്നത്? പറ്റില്ല. സോ നെക്സ്റ്റ് ഇമ്പോസിബിൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സിറ്റിംഗ് പോസ്ചർ ഒരു ബോഡിലി എക്സസൈസ്. നമ്മളുടെ ആ ഒരു സിറ്റിംഗ് പോസ്ചർ കൊണ്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും ഒരു റെഗുലേഷൻ കൊണ്ട് നമ്മളൊന്നതിനെ കൺട്രോൾ കൊണ്ടുവരിക. അതാണ് അത്രേ ഉള്ളൂ. അതും അപ്പോൾ ഇന്നത്തെ കാലത്തെ യോഗ എന്ന് പറഞ്ഞാൽ യോഗ സ്റ്റുഡിയോസോ യോഗ ക്ലബ്ബൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അത് മിയർലി ഫിസിക്കൽ എക്സസൈസാണ്, അതിലും ഇതൊന്നുമില്ല. പക്ഷേ സംതിങ് ഈസ് ബെറ്റർ ദെൻ നത്തിങ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഫിറ്റ് ഹെൽത്ത് അല്ലേ, ഒരു നല്ലൊരു ഹെൽത്തി ബോഡിക്ക് അതിന് സഹായിക്കും. സമയത്തിന് എഴുന്നേൽക്കുക, അതേപോലെ നമ്മളുടെ ഒരു സിറ്റിംഗ് പോസ്ചറും ബ്രീതിങ് ടെക്നിക്ക് കൊണ്ട് നമുക്കൊരു ഗുഡ് ഹെൽത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിവിടെ പ്രബോധനം വെച്ചാൽ മോർ ഓർ ലെസ് ബോഡി എക്സസൈസസ് ഇന്നത്തെ യോഗ. അത് കൺസിഡർ ഫ്രൂട്ടീവ് മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. ഓൾ സച്ച് ആക്ടിവിറ്റീസ് ലീഡ് ടു അച്ചീവിങ് പെർഫെക്റ്റ് മെൻ്റൽ ഇക്വിലിബ്രിയം ടു കൺട്രോൾ സെൽഫ്. അപ്പോൾ ഇതെല്ലാം ആവശ്യമാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തിട്ട് മെൻ്റൽ ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. When one is accomplished in the practice of meditation, he ceases all disturbing mental activity. അപ്പോൾ നമ്മളുടെ മനസ്സ് ഫോക്കസ് ആകുമ്പോൾ നമ്മുടെ ഡിസ്റ്റർബിങ് എലിമെൻറ്റ്സ് ഉണ്ട്. എന്താണ് ഡിസ്റ്റർബിങ് എലിമെൻറ്റ്സ് പറഞ്ഞാൽ? അതായത് ഒരുപാട് മായാദേവി നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. എങ്ങനെ? പ്രലോഭനങ്ങൾ എന്നിട്ട് ഹൗ സിൻസിയർ ഈസ് ദിസ് പേഴ്സൺ. ഓക്കെ, വെറും നാടകമാണോ, അത് ശരിക്കും അദ്ദേഹം ഈ യോഗ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ ആ പ്രലോഭനങ്ങളിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു യോഗയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാം നമ്മൾ ബ്രഷ് ഓഫ് ചെയ്യണം. ആരെന്ത് പറഞ്ഞാലും ശരി, ഐ ആം ഡിറ്റർമിൻഡ്. ഓക്കെ, എനിക്ക് ഭഗവാൻ ആയിട്ടുള്ള യൂണിയൻ വേണം. അതുകൊണ്ട് എന്ത് തന്നെ പ്രലോഭനം തന്നാലും ശരി, അതൊന്നും തന്നെ ബാധിക്കില്ല. ഞാൻ എൻ്റെ ഈ ആക്ടിവിറ്റിയിൽ ഉറച്ചു നിൽക്കുന്നു, എനിക്ക് ഭഗവാനെ സേവിക്കണം എന്നുള്ള ആക്ടിവിറ്റിയിൽ നമ്മൾ ഉറച്ചു നിന്നാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ സഹായമുണ്ട്. അല്ല, മായാദേവിയുടെ ആ പ്രലോഭനത്തിന് വഴങ്ങി നമ്മളിതെല്ലാം വിട്ടാൽ പിന്നെ മായാദേവി നമ്മളെ ശരിക്കും പന്ത് കളിക്കുന്ന പോലെ പന്ത് കളിക്കും അല്ലേ? അമ്മാനമാടും പറയില്ലേ പന്ത്. അപ്പോൾ നമ്മളെ പരീക്ഷിക്കും ഓരോ സമയത്തും. ഹൗ ഡിറ്റർമിൻ ആർ വി? So when one is accomplished in the practice of meditation, he sees all disturbing mental activity. So a Krishna conscious person, however, is situated from the beginning on the platform of meditation because he always thinks of Krishna. കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് മെക്കാനിക്കലായിട്ട് ഇതൊന്നും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ തുടക്കം മുതൽക്കേ നമ്മുടെ മെഡിറ്റേഷനിൽ ആണ്. എങ്ങനെ മെഡിറ്റേഷൻ? നമ്മളുടെ മെഡിറ്റേഷൻ പറഞ്ഞാൽ നമ്മൾ മെക്കാനിക്കലി കൺട്രോൾ ചെയ്യല്ല ചെയ്യുന്നത്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ നിയുക്തമാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഒരു സക്സസ്, ഒരു വിജയം കൈവരിക്കുന്നത്. അപ്പോൾ സതതം കീർത്തയന്തോ മാം കീർത്തനീയ സദാഹരി. എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, എപ്പോഴും ഭഗവാനെ നാമം ജപിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളിൽ, ഭഗവാന്റെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നമുക്ക് ഏർപ്പെടാനുള്ള ആ ഒരു അനുഗ്രഹം ഭഗവാന്റെ സൈഡിൽ നിന്നുണ്ടാവും. അപ്പോൾ സ്മർത്തവ്യം സതതം വിഷ്ണുർ വിസ്മർത്തവ്യം ന ജാതുജിത് സർവേ വിധി നിഷേധാസ്യൂർ ഏതയോർ എവ കിങ്കര. സ്മർത്തവ്യം സതതം വിഷ്ണു. എപ്പോഴും നമ്മൾ ഭഗവാനെ ഓർക്കണം. വിസ്മർത്തവ്യം ന ജാതുജിത്. ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. സർവേ വിധി നിഷേധ, എല്ലാ നിയമങ്ങളും വിധി നിഷേധ, റൂൾസ് ആൻഡ് റെഗുലേഷൻ, എല്ലാ ഈ രണ്ട് പ്രിൻസിപ്പിൾസിൻ്റെ സർവൻസാണ്. കിങ്കരം സർവേ വിധി നിഷേധാസ്യൂർ ഏതയോർ ഏവ കിങ്കര. കിങ്കര എന്ന് പറഞ്ഞാൽ എന്താണ്? സർവൻറ്റ്. അപ്പോൾ ഈ രണ്ട് പ്രിൻസിപ്പിൾസാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ പ്രിൻസിപ്പിൾസും ഈ രണ്ട് പ്രിൻസിപ്പിളിൻ്റെ ആസ്പദമാക്കിയിട്ട് വേണം കാണാൻ. ഈ രണ്ട് പ്രിൻസിപ്പിൾസിൻ്റെ
സെർവൻസ് ആണ് ബാക്കി എല്ലാ വേദിക് പ്രിൻസിപ്പിൾസും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എപ്പോഴും നമ്മൾ ഭഗവാന്റെ നാമം സ്മരിക്കണം, ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഇതാണ് അണ്ടർലൈങ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതിനെ ആസ്പദമാക്കിയിട്ട് വേണം ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ, ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഇതിലേക്ക് എത്തിക്കണം. എന്ത് തന്നെ അത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഭാസവനം, അർച്ചനം, മന്ത്രം, ദാസ്യം, സഖ്യം, ആത്മീയ, ഇതെല്ലാം എന്തിൽ ചെന്നെത്തിക്കണം? സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാതുജൻ. ആൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊരു കാര്യമില്ല. നമ്മൾ സദാ 16 മാല ജപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജപിക്കുന്നുണ്ട്. ഇതെന്താണ്? ഇത് നമ്മളെ ഭഗവാനെ സ്മരിക്കാൻ, ഏത് സമയത്തും ഭഗവാനെ സ്മരിക്കാൻ പ്രാപ്തരാക്കണം. ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. ശ്രമ ഏവഹി കേവലം. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസാണ്. മിനിമം 16 റൗണ്ട്സ് നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ അറ്റൻറ്റീവായിട്ട് ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഏത് വിഷമ സമയത്തും ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ നാമം സ്മരിക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തരും. അതാണ് നമുക്ക് വേണ്ടത്. So a Krishna conscious person, however, is situated from the beginning on the platform of meditation because he always thinks of Krishna. Smartavyam sadam Vishnu, and being constantly engaged in the service of Krishna. പിന്നെ ഭഗവാന്റെ സേവനത്തിൽ എപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നു. He is considered to have seized all material. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നു, എപ്പോഴും ഭഗവാന്റെ സേവനം അനുഷ്ഠിച്ച് ജീവിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ മെറ്റീരിയൽ ആക്ടിവിറ്റീസ്, ഇന്ദ്രിയ ഭോഗത്തിനുള്ള ആ ഒരു രുചി ഉണ്ടാവില്ല. കാരണം നമ്മൾ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഭഗവാനെ സേവിക്കണം, ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കണം, ഭഗവാന്റെ നാമം സ്മരിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അതിന് വേണ്ടുന്ന ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കി തരും. ഫെയറബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. നമ്മൾ സിൻസിയർ ഇൻറ്റൻസ് ഡിസയർ വേണം. അതിനെന്താ പറയുക? ലൗല്യം അല്ലേ? ഇൻറ്റൻസ് ഗ്രീഡ്. ഗ്രീഡ് ഒരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഗ്രീഡ്, അത്യാഗ്രഹം. ഭൗതിക തലത്തിൽ ഗ്രീഡ്, അത്യാഗ്രഹം, അത് ശരിയല്ല. പക്ഷേ ആധ്യാത്മിക തലത്തിൽ ഗ്രീഡി ആവണം. ഓക്കെ, എനിക്ക് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കണം, എനിക്ക് ഭഗവാനെ സേവനം ചെയ്യണം എന്നുള്ള ഗ്രീഡ് നല്ലതാണ്. ആ ലൗല്യം കുഴപ്പമില്ല. ഭഗവാന്റെ ഭക്തി എനിക്ക് കിട്ടണം എന്നുള്ള ഗ്രീഡ് എനിക്ക് വേണം. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ സന്നദ്ധനാവണം. അങ്ങനെ ഭൗതിക ലോകത്തിൽ എനിക്ക് വലിയ ബംഗ്ലാവ് വേണം, വലിയ ജോലി വേണം, എനിക്ക് പ്രശസ്തി വേണം, അത് വേണം, ഇത് വേണം, ധനം വേണം. അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. അത് പാടില്ല. അത് നമ്മളെ താഴെ ലെവലിലേക്ക് കൊണ്ടുപോകും, നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. പക്ഷേ നേരെ മറിച്ച് ഭഗവാന്റെ സേവനത്തിലുള്ള ഗ്രീഡ്, അതിനെ ലൗല്യം, ആ ലൗല്യം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വേണം. എല്ലാവർക്കും ഗ്രീഡ്, സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രീഡ് എല്ലാവർക്കും വേണം. അത് തെറ്റല്ല. കാരണം എന്നാൽ മാത്രമേ നമുക്ക് കോൺസ്റ്റൻ്റ്ലി ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഭൗതിക തലത്തിലുള്ള ഒരു ഇന്ദ്രിയ തൃപ്തിക്കും ആഗ്രഹിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഹരേ കൃഷ്ണ. സോ എന്തെങ്കിലും ഈ ശ്ലോകത്തിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ കമൻറ്റ്സ്? എന്തെങ്കിലുണ്ടോ? കൽപ്പതരുദ്ദേശ കൃപാ സിന്ധുഭ്യവച पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. अनंतकोटि वैष्णव जी की जय. श्री प्रभुपाद की जय. गुरु महाराज की जय. ताय गो प्रेमानंदे. हरि हरि. അടുത്തത് 4 അല്ലേ? 2, 3 അല്ലേ ഇപ്പം ചെയ്ത് നമ്മൾ? ഹരേ കൃഷ്ണ.